ഹലോ, എല്ലാവർക്കും നമ്മുടെ 90 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൻ്റെ 79ാമത്തെ ഡേയിലേക്ക് സ്വാഗതം. അപ്പോൾ 77ാമത്തെ ഡേയിൽ ഇട്ടിട്ട് പോയതാണ്. പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഇപ്പം ഞാൻ പോകുന്നത്. അപ്പോൾ വേറൊന്നും സംഭവിച്ചില്ല. എനിക്ക് ഒരു 1 വീക്ക് എനിക്ക് ജലദോഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ ഹെയർ ഓയിലോ അതുപോലെ തന്നെ ഹെയർ വാഷോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ 1 വീക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും ഹെയർ വാഷ് ചെയ്തപ്പോഴത്തേക്കും ഫുള്ള് ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഡാൻഡ്രഫിൻ്റെ പാക്കൊക്കെ ഇട്ട് ഡാൻഡ്രഫിനെ പോക്കിക്കളഞ്ഞിട്ടാണ് ഇപ്പം ഞാൻ വീണ്ടും ഈ ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറെ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് മുൻപ് എപ്പോഴൊക്കെയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന വീഡിയോസ്. അപ്പോൾ അതിനകത്തൊന്നും ഞാൻ റീസണും കാര്യങ്ങളും പറഞ്ഞിട്ടില്ലാത്തത് നിങ്ങളാരും അതിനകത്ത് കമൻറ്റോ കാര്യങ്ങളോ ഒന്നും ചോദിക്കാഞ്ഞുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു പയ്യനെ സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അപ്പം ഇന്നത്തെ ഹെയർ പാക്കിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാക്കിൻ്റെ പ്രത്യേകതകൾ ആദ്യം പറയാം. അതായത് നമ്മുടെ ഹെയറിന് നല്ലൊരു ബ്ലാക്ക് കളർ കൊടുക്കാൻ സഹായിക്കും. പ്ലസ് നമ്മുടെ ഹെയർ ഗ്രോത്ത് നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യാനും ഡാൻഡ്രഫിനാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈ ഹെയർ പ്രശ്നങ്ങൾക്കൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ പാക്കാണ് കേട്ടോ ഇത്. അപ്പം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് ഞവരയില ഒരു പിടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് എന്താ പറയുക, പനിക്കൂർക്കയില അങ്ങനെയൊക്കെ പേര് പറയൂ കേട്ടോ. പല നാട്ടിലും ചിലപ്പോൾ വേറെ പല പേരുകളായിരിക്കും പറയുക. അതിന് ശേഷം എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു 4-5 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊന്നും ഫ്രഷായിട്ട് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് പൊടികളായിട്ട് എടുക്കാം കേട്ടോ. അതിനോടൊപ്പം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു ചെറിയ പീസ് നമ്മുടെ കറ്റാർ വാഴ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു മഞ്ഞക്കറയൊക്കെ കളയാൻ കുറച്ച് നേരം എടുത്ത് വെച്ചിട്ട് ആ ഒരു കറയൊക്കെ പോക്കിയിട്ട് അത് നമ്മുടെ ജെല്ല് മാത്രം എടുത്ത് നന്നായിട്ട് ഇവ മൂന്നും കൂടി മിക്സിയുടെ ജാറിലിട്ട് ഒരു പേസ്റ്റ് ആക്കിയെടുത്ത് അതൊന്ന് തുണിയിൽ അരിച്ചെടുത്തിട്ടാണ് ഇപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഈ ഒരു പനിക്കൂർക്ക കാര്യങ്ങൾ അല്ലെങ്കിൽ ഞവരയില കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ആ ഒരു ഇൻഗ്രീഡിയൻറ്റിന് പകരമായിട്ട് നമ്മുടെ ഒനിയൻ എടുക്കാം കേട്ടോ, സവാള എടുക്കാം. സവാളയും നമ്മുടെ കറിവേപ്പിലയും അലോവേരയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് പേസ്റ്റാക്കി അരിച്ചെടുത്താൽ മതിയാക്കും. അപ്പം ഈ ഒരു ഇല കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഇല തന്നെ എടുക്കണം. അതാണ് നമ്മുടെ ഈ ഒരു ഹെയർ പാക്കിൻ്റെ ഗുണം. അത് ഒന്ന് വ്യത്യസ്തമാണ് കേട്ടോ. അതായത് നമ്മുടെ ഹെയറിന് നല്ലൊരു ബ്ലാക്ക് കളർ കൊടുക്കാൻ സഹായിക്കുന്നതാണ്. ഈ ഒരു 3rd മന്തിൽ ഞാൻ കൂടുതലായിട്ടും കൊടുത്തിട്ടുണ്ടായിരുന്ന പാക്കുകളെന്ന് പറയുന്നത് നമ്മുടെ ഹെയറിന് നല്ലൊരു ബ്ലാക്ക് കളർ കൊടുക്കുന്നു. പ്ലസ് നമ്മുടെ ഹെയർ ഗ്രോത്ത് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുകയും ഹെയറിന് ലെങ്ത്ത് വയ്ക്കുകയും ചെയ്യാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് മുൻപ് ഞാനൊരു 90 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ചലഞ്ച് കൂടുതലും എന്താ പറയുക, നമ്മുടെ ഈ ഒരു മുടി നന്നായിട്ട് കൊഴിഞ്ഞു പോയ സ്ഥലങ്ങളിൽ അത്രയും ഹെയർ ലോസ് ഉണ്ടായ ആൾക്കാർക്ക് ആ ഒരു പുതിയ മുടികൾ, ആ ഒരു കൊഴിഞ്ഞു പോയ സ്ഥലത്തൊക്കെ പുതിയ മുടികൾ വന്ന് ഹെയർ നന്നായിട്ടൊന്ന് തിക്കാകാനും ലെങ്ത് ആകാനും ഒക്കെ സഹായിക്കുന്ന പാക്കുകളായിരുന്നു ആ ഒരു ചലഞ്ചിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ചലഞ്ചിൽ ഇവയെല്ലാം ഗുണങ്ങളായിട്ട് വരുമെങ്കിലും കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത് മുടി നന്നായിട്ട് ലെങ്ത്ത് വയ്ക്കാനും തിക്കാകാനും ഒക്കെ പാകത്തിനുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏത് ചലഞ്ച് വേണമെങ്കിലും നിങ്ങൾക്ക് ഫോളോ ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഹോസ്റ്റലേഴ്സിന് വേണ്ടിയിട്ടും ഒരു ഹെയർ കെയർ ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹോസ്റ്റലിലുള്ള ആൾക്കാർക്കൊക്കെ ആ ഒരു ചലഞ്ചും എടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ടുകളും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ ഒരു വീഡിയോസ് കാര്യങ്ങളൊക്കെ കയറി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം ഈ ഒരു ഹെയർ പാക്ക് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുൻപായിട്ട് തലേന്ന് നൈറ്റ് സ്കാൽപ്പിൽ മാത്രം വളരെ കുറച്ച് ഓയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഹെയർ പാക്ക് ഇടുന്നതിന് മുൻപായിട്ട് മുടിയുടെ ലെങ്തിൽ വളരെ കുറച്ച് ഓയിൽ വെച്ചിട്ട് ഒന്ന് ഇൻവേർഷൻ മെത്തേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് സ്കാൽപ്പ് ഫുള്ളായിട്ടൊന്ന് പാക്കിട്ട് എടുത്തത്. അതിനുശേഷം ഒരു കുട്ടി മസാജും കൂടി കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല, എനിക്കങ്ങനെ ശീലമായതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. അതിനുശേഷം മുടി കെട്ടി വെച്ച് ഒരു 1 മണിക്കൂർ വെയിറ്റ് ചെയ്യും. അതിനുശേഷം വെറുതെ വെള്ളത്തിൽ ഹെയർ വാഷ് ചെയ്യും. ഷാമ്പൂ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യത്തില്ല. അപ്പോൾ അതാണ് ഇന്നത്തെ ഡേയിൽ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ